ഞാൻ ഈ കാടും മലയൊക്കെ കയറി ഇറങ്ങണത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാൽ ചായയും പൊറോട്ടയും പുയ്ക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര. പോകുന്ന വഴി കുറച്ച് മുഷ്കിലാണെങ്കിലും ആള് സൂപ്പറാണ് കേട്ടോ. പോണത് നമ്മുടെ കണ്ണേട്ടൻ്റെ ചായക്കടയിലേക്കാണ്. അതിമനോഹരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴിയിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. ബാ കാണിച്ചു തരാം എന്തായാലും. ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണേട്ടൻ്റെ ചായക്കടയിലാണ്. പുഴയല്ലേ ഇത്, തോടാന്ന്. പറയാതെ തന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ എത്ര ഭംഗിയുള്ളതാണ് ഈ സ്ഥലം എന്ന്. ഇതാണ് നമ്മുടെ കണ്ണേട്ടൻ്റെ ചായക്കട. വർഷങ്ങളായിട്ട് ആൾ ഇവിടെയാണ് കച്ചവടം നടത്തുന്നത്. എത്തിപ്പെടാൻ ഇത്തിരി പ്രയാസം ഉണ്ടെങ്കിലും ഇവിടെ എത്തിയാലുണ്ടല്ലോ സ്വർഗ്ഗമാണ് മക്കളെ, സ്വർഗം. ഭയങ്കര നൊസ്റ്റുമാണ്. ഒരു എന്താ പറയുക, പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലത്ത് ആ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് അടുപ്പത്തുണ്ടാക്കുന്ന പൊറോട്ടയും പുയ്ക്കും ചായയൊക്കെ അങ്ങോട്ട് കുടിക്കാം. ആളിപ്പോഴും റേഡിയോയിലെ പാട്ടും കേട്ടാണ് പൊറോട്ട അടിക്കണത്. അടുപ്പത്താണ് എല്ലാ പരിപാടികളും. ഗ്യാസ് ഇല്ല, മിക്സി ഇല്ല, കറണ്ടില്ല, ഒന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇവിടെ തേങ്ങ കൊടുത്താൽ ആൾ പുയ്ക്കും പൊറോട്ടയും ചായയും അങ്ങോട്ട് തരും. അതും വലിയൊരു കാര്യമാണല്ലേ. ഞാനിവിടെ ഇരുന്ന് കടയുടെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കലാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ബ്യൂട്ടി തന്നെ. ഇവിടെ വരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മതി, വയലിലൊക്കെ പണിയെടുക്കുന്ന തനി നാട്ടിൻ പ്രദേശത്തുള്ള ആൾക്കാരാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം, പൊറോട്ട അല്ല പുയ്ക്ക്. ഞാൻ ഓൾറെഡി പൊറോട്ടയും മുട്ടക്കറിയും പുയ്ക്കും ഒക്കെ കഴിച്ചിട്ടിരിപ്പാണ്. കിടിലൻ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ തന്നെ ഒറ്റക്കാണ് ഇവിടെ പണിയെടുക്കണത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോയിട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് എടുക്കുക തന്നെ വേണം കേട്ടോ. ആൾ പൊറോട്ട അടിക്കുന്ന തിരക്കിലാണ്. ആ ഒരു പൊറോട്ട അടിക്കുന്ന കാണാൻ തന്നെയുണ്ട് ഒരു ഭംഗി അല്ലേ. വേറെയും ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പഴയ വിളക്കാണ്, മണ്ണെണ്ണ ഇട്ടിട്ടുള്ള വിളക്കാണ്. പിന്നെ അണ്ണാനൊക്കെ കണ്ട കാലം മറന്നു. അതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യമാണ് ത്രാസിൽ അങ്ങോട്ട് തൂക്കി കൊടുക്കുന്നത്. ഇവിടെ അടുത്തുള്ള ഒരാൾ വയലിൽ കൃഷി ചെയ്തൊരു നേന്ത്രക്കുല ആൾ ത്രാസിലാണ് തൂക്കുന്നത്. അതിന് ആപ്റ്റായിട്ടുള്ളൊരു പൈസയൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നുമുണ്ട് കേട്ടോ. എല്ലാം ഓർഗാനിക്കാണ്, വിശ്വസിച്ച് കഴിക്കാം. അപ്പം ഈ സ്ഥലം വരുന്നത് നമ്മുടെ പൊയിലൂരുള്ള കണ്ണേട്ടൻ്റെ ചായക്കടയാണ്. അപ്പം ഓൾറെഡി ഇവിടെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ലാസ്റ്റ് നമ്പർ കൊടുത്തേക്കാം, വിളിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പൊറോട്ട തികയാണ്ട് വരും കേട്ടോ. കാരണം അത്രമാത്രം ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഓൾറെഡി വിളിച്ചിട്ട് വരണം. ഇതാണ് നമ്പർ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം ഹൃദയ. ടാറ്റാ.